ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു കണ്ണൂർ മുത്തബ്ബിഖ്. ഞാൻ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റമളാന് മുമ്പ് തന്നെ റമളാന് വേണ്ടിയുള്ള സ്നാക്സ് എങ്ങനെ തയ്യാറാക്കി സൂക്ഷിക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ 4 സ്നാക്സ് കാണിക്കുന്നുണ്ട്. 2 സ്നാക്സിനും സെയിം മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ മസാല ബോക്സ് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: വലിയ ഉള്ളി 8 എണ്ണം, പച്ചമുളക് 15 എണ്ണം, വേവിച്ച ചിക്കൻ 400 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 4 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ 2 ടേബിൾ സ്പൂൺ, മൈദ 1/2 കപ്പ്, ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാൻ ആവശ്യമായത്, കോൺഫ്ലവർ 1/2 കപ്പ്, മുട്ട 3 എണ്ണം. ആദ്യം തന്നെ മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായാൽ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി മൈദയിലേക്ക് കോൺഫ്ലവർ, ഒരു മുട്ട, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നമുക്ക് സ്മൂത്ത് ബാറ്റർ കിട്ടും. ഞാൻ ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ദോശ റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. ഈ ദോശ ഉപയോഗിച്ചാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത്. നല്ല തിൻ ദോശ വേണം റെഡിയാക്കി എടുക്കാൻ. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ദോശ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശയുടെ മധ്യത്തിൽ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇത് 4 ഭാഗത്തുനിന്നും ബോക്സിൻ്റെ രൂപത്തിൽ മടക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. റെഡിയാക്കി വെച്ച ബോക്സ് ഡിപ്പ് ചെയ്യാൻ വേണ്ടി 2 മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുക്കാം. ഓരോ ബോക്സ് വീതം മുട്ട വെള്ളയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്യാം.
ബോക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഈ ഒരു അളവ് കൊണ്ട് 12 ബോക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഫ്രൈ ചെയ്യുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വെക്കണം. നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണം മാത്രം പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇത് 2 ആഴ്ച വരെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. രണ്ടാമത്തെ റെസിപ്പി സമൂസ. സെയിം മസാല തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഷീറ്റ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഡോ തയ്യാറാക്കാം. മൈദ 3 കപ്പ്, ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ പൊടി നനക്കുന്നത് പോലെ ഓയിൽ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. മാവ് റെഡിയായിട്ടുണ്ട്. ഇതിന് മുകളിൽ അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്ക് ഓരോ ബോൾസും റൗണ്ട് ഷേപ്പിൽ വളരെ തിന്നായി പരത്തിയെടുക്കാം. ഇത് 4 ആയി കട്ട് ചെയ്യാം. ഓരോ പീസ് എടുത്ത് ഫോൾഡ് ചെയ്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചതിന് ശേഷം കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ച സമൂസ ഫ്രീസറിൽ തുറന്ന് വെച്ച് ഡ്രൈ ആകാൻ വെക്കാം. അത് ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് കിടക്കാം. കണ്ണൂരിൻ്റെ ഫേമസ് പരിപ്പട. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. സമൂസൻ്റെ സെയിം ഡോ തന്നെയാണ് ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കടലപ്പരിപ്പ് 2 കപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഓയിൽ 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ,
ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഉള്ളി 1 ചെറുതായി കട്ട് ചെയ്തത്, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 5 ചെറുതായി മുറിച്ചത്, കടുക് 1 ടീസ്പൂൺ. നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുക്കുക. ഇതിലേക്ക് കടലപ്പരിപ്പും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ഈ സമയം കടുകും ഓയിലും ചേർക്കേണ്ട ആവശ്യമില്ല. വേവാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെക്കാം. അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം വേവിച്ചു വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം അടവുണ്ടാക്കാൻ തുടങ്ങാം. സെയിം ഡോയിൽ നിന്നും വലിപ്പമുള്ള ബോൾസ് എടുത്ത് പരത്തിയെടുക്കാം. സമൂസക്ക് പരത്തിയതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. തിന്നായിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള കട്ടറോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത മാവിൻ്റെ നടുവിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അടയുടെ രൂപത്തിലാക്കി ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാം. ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വയ്ക്കാം. നേരത്തെ ഫ്രീസറിൽ വെച്ച സമൂസ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കണം. അതിനു വേണ്ടി മൈദ ഡസ്റ്റ് ചെയ്യാം. ഇനി സമൂസ ഓരോന്നായി വയ്ക്കാം. മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ വെക്കാം. അല്പം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും മൈദ ഡസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ അട വെച്ച് കൊടുക്കാം. കണ്ടെയ്നർ അടച്ച് ഫ്രീസറിൽ തന്നെ നമുക്ക് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്രൈ ചെയ്യുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ്
ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കണം. ഇനി നാലാമത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം, ഫേമസ് ഉന്നക്കായ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇളം പഴുപ്പോട് കൂടിയ നേന്ത്രപ്പഴം പുഴുങ്ങി അരച്ചെടുത്തത് 4 എണ്ണം, മുട്ട 4 എണ്ണം, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 2 പിഞ്ച്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, കേശു റൈസിൻസ് 15 വീതം. നമുക്ക് ആദ്യം എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി എടുത്തു വെച്ച മുട്ടയിലേക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർക്കാം. ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യൊഴിച്ച് കൊടുക്കാം. ചൂടായാൽ ഇതിലേക്ക് കേശു റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കണം. ഇത് നന്നായി ഇളക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് അരച്ചു വെച്ച പഴം ഓരോ ബോൾസാക്കി എടുക്കാം. കയ്യിൽ അല്പം ഓയിൽ തടവിയാൽ നന്നായി ബോൾസാക്കി എടുക്കാം. മസാലയെല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ട്രേയിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ബോൾ എടുത്ത് പരത്തി ഫില്ലിംഗ് വെച്ച് ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുക്കാം. ഷേപ്പ് ചെയ്ത ഉന്നക്കായ ഫ്രീസറിൽ ഡ്രൈ ആവാൻ വയ്ക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രൈ ചെയ്യുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കണം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്തു വെച്ചാൽ കൂടുതൽ നേരവും നമുക്ക് ഇബാദത്തുകളിൽ ഏർപ്പെടാൻ പറ്റും.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. റംസാൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവരും സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുക. താങ്ക് യു.